ഹോർമുസ് കടക്കണമെങ്കിൽ ഇനി $2 മില്യൺ നൽകേണ്ടി വരും. പുതിയ ടോൾ ബൂത്ത് തുറക്കാനുള്ള പദ്ധതികൾ അണിയറയിൽ തയ്യാറെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. യുദ്ധാവസാനം ഹോർമുസിൽ ടോൾ ബൂത്ത് വരുമോ എന്ന ചോദ്യങ്ങൾ പല വഴിക്കൂടെ ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല ഈ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നതോടൊപ്പം തന്നെ US സഹായിക്കും, പണം സാമ്പത്തികമെന്ന് ഈ ഒരു സാമ്പത്തികം കണ്ടെത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്നും തങ്ങൾ പണം സമ്പാദിക്കുമെന്ന ഒരു നിലപാട് ഇവിടെ ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന്മേലും അവകാശം അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഇവിടെ ഉടലെടുക്കുന്നുണ്ട്. ഇറാൻ യുദ്ധത്തിന്റെ പര്യവസാനം ഹോർമുസിലെ ടോൾ ബൂത്തിന്റെ ആ പിറവിയോടുകൂടി ആകുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്നാൽ അതിന്റെ നിയന്ത്രണം സംബന്ധിച്ചുള്ള തർക്കങ്ങളും അവകാശവാദങ്ങളും വെടിനിർത്തലിന് പിന്നാലെ തന്നെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ ധാരണ പ്രകാരം ഹോർമുസ് കടലെടുക്ക് കടക്കുന്ന എല്ലാ കപ്പലുകൾക്കും $2 മില്യൺ ഫീസ് നൽകേണ്ടി വരുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ റോയിറ്റേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനിയൻ സായുധ സേന ഏകോപിപ്പിക്കുന്ന നിയന്ത്രിത ഗതാഗത സംവിധാനമായിരിക്കും ഇവിടെ വരികയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടോൾ ഔദ്യോഗികമാക്കാനുള്ള കരട് ബില്ല് വരുന്ന ദിവസം ഇറാൻ പാർലമെന്റ് അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ തന്നെ ലഭിക്കുന്ന വരുമാനമാകട്ടെ US-ന്റെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളെ തുടർന്നുകൊണ്ട് തകർന്ന രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനായി തന്നെ ഉപയോഗിക്കുമെന്നതാണ് ഇവിടെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനിടെ തന്നെ ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത സ്തംഭനമാകട്ടെ അത് നിയന്ത്രിക്കാൻ US സഹായിക്കുമെന്ന പ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുമെന്നും വലിയ തോതിൽ പണം സമ്പാദിക്കാൻ സാധിക്കുമെന്നും വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ട്രംപിന്റെ പുതിയ പ്രസ്താവന പുറത്തു വന്നിരിക്കുകയാണ്. ഇറാന് പുനർനിർമ്മാണ പ്രക്രിയ ആരംഭിക്കാമെന്നും എല്ലാം നന്നായി നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ അവിടെ ചുറ്റിക്കറങ്ങും, അതുമാത്രമല്ല അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്നതാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. അമേരിക്കയിൽ നമ്മൾ അനുഭവിക്കുന്നത് പോലെ തന്നെ ഇത് മിഡിൽ ഈസ്റ്റിന്റെ ഒരു സുവർണ കാലഘട്ടമായേക്കാം എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലെടുക്ക് അമേരിക്ക ഇറാൻ സംയുക്ത നിയന്ത്രണത്തിൽ വരുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയാണ് പുതിയ പ്രസ്താവന. എന്നാൽ ഹോർമുസിൽ US-ന്റെ നിയന്ത്രണത്തിന് ഇറാൻ അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇറാന്റെ സായുധ സേനയുമായുള്ള ഏകോപനത്തിലൂടെയും സാങ്കേതിക പരിമിതികൾ പരിഗണിച്ചും 2 ആഴ്ചത്തേക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ തന്നെ സുരക്ഷിതമായി കടന്നുപോകാൻ സാധിക്കും എന്നതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നേരത്തെ തന്നെ വെടിനിർത്തൽ പ്രസ്താവനയിലൂടെ തന്നെ അറിയിച്ചിരിക്കുന്നത്. സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഇറാൻ ഉപാധികളായി തന്നെ US-ന് മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളിൽ ഒന്ന് ഹോർമുസിന്റെ നിയന്ത്രണം അവിടെ തങ്ങളിൽ തന്നെ തുടരും, അല്ലെങ്കിൽ അത്തരത്തിൽ തുടരണം എന്നതാണ്. അതുമാത്രമല്ല ഒമാനുമായി ചേർന്നുകൊണ്ട് ചുങ്കം ഈടാക്കുന്ന ഒരു ജലപാതയായി തന്നെ ഹോർമുസ് കടലെടുക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമാണ് ഇറാൻ ഇവിടെ തേടുന്നത്. ഹോർമുസിലെ സുരക്ഷയിൽ യാത്രയ്ക്ക് ഇറാൻ ഇവിടെ ഇതിനോടകം തന്നെ ചില കപ്പലുകളിൽ നിന്നും ചുങ്കം ഈടാക്കിയിട്ടുണ്ട് എന്നതാണ് ഇവിടെ മറ്റൊരു റിപ്പോർട്ടായി തന്നെ സൂചിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.